അച്ഛനിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ജീവിതത്തിലെ വലിയ ഒരു പ്രശ്നത്തിലേക്ക് ഈ രാത്രിയിൽ വെളിച്ചം വീശുകയായിരുന്നു. അനേക വർഷങ്ങളായി നമ്മൾ സുവിശേഷം കേൾക്കുന്നവരാണ്. അനേക ധ്യാനങ്ങൾ കൂടി അനേക പ്രാർത്ഥനാ ശുശ്രൂഷകളിലെല്ലാം പങ്കെടുക്കുന്നു. പലപ്പോഴും നമ്മുടെ ആത്മീയ ജീവിതത്തിന് വളർച്ചയില്ലാത്തതിൻ്റെയും ശക്തിയില്ലാത്തതിൻ്റെയും കാരണമാണ് ഇന്ന് അച്ഛനിലൂടെ ദൈവം വെളിപ്പെടുത്തിയത്. സുവിശേഷം കേൾക്കുന്നവരുടെ ചുമതലയാണ് സുവിശേഷം കൊടുക്കുക എന്നുള്ളത്. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. നമ്മുടെ ജീവിതത്തിലെ പല ദുരിതങ്ങളുടെയും കാരണം ഇവിടെയാണ്. അനേക വർഷങ്ങളായി കർത്താവിൽ നിന്ന് അവിടുത്തെ കൃപ നമ്മൾ സ്വീകരിക്കുകയാണ്. ഈ കൃപയെല്ലാം നമ്മുടെ ജീവിതത്തിൽ കെട്ടിക്കിടക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നിന്ന് പുറത്തേക്ക് ഒഴുകുന്നില്ല. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലായിരിക്കും പായൽ വളരുക. അപ്പോൾ നമ്മുടെ ആത്മീയ ജീവിതത്തിലെ ശുഷ്കതയുടെയും മരവിപ്പിൻ്റെയും ഒക്കെ കാരണങ്ങളിലൊന്ന് നമ്മൾ അനുഭവിച്ചറിഞ്ഞ കർത്താവിനെ, നമുക്ക് വെളിപ്പെട്ട് കിട്ടിയ കർത്താവിനെ നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ പരാജയപ്പെട്ടു എന്നതാണ്. ഒരുപക്ഷേ നമ്മുടെ പല ജീവിത പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുന്ന അനുഭവം ഉണ്ടാകും. പരിഹാരം നൽകുന്ന കർത്താവിനെ കൊടുക്കാൻ നമ്മൾ തയ്യാറാകുമ്പോൾ എല്ലാം പ്രാർത്ഥിച്ചല്ല പരിഹരിക്കപ്പെടുക, മറിച്ച് ദൈവത്തിൻ്റെ ഹിതം നമ്മൾ നിറവേറ്റുമ്പോൾ ദൈവകൃപ കൂടുതലായി നമ്മളിലേക്ക് ചൊരിയപ്പെടും. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ രാത്രിയിൽ ചിലപ്പോൾ ചില ദുരിതങ്ങളൊക്കെ അനേകരുടെ സാക്ഷ്യങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും കേൾക്കാൻ സാധിച്ചിട്ടുണ്ട്. സുവിശേഷം കൊടുക്കാൻ തുടങ്ങിയപ്പോൾ ജോലിയില്ലാത്തവർക്ക് ജോലി കിട്ടി. സുവിശേഷം കൊടുക്കാൻ തുടങ്ങിയപ്പോൾ ഭർത്താവിൻ്റെ മദ്യപാനം മാറി. ഞാൻ ഓർക്കുന്നു, ഇവിടെ ഈ സ്റ്റേജിൽ തന്നെ പറഞ്ഞിട്ടുള്ളൊരു സംഭവമാണ്. തൊടുപുഴ അടുത്തുള്ളൊരു സഹോദരി, അവരുടെ ഭർത്താവിന് ഒരിക്കലും ജോലി കിട്ടാറില്ല, സ്ഥിരമായി ജോലിയില്ല. അവർ ഒരു കൈക്കുഞ്ഞുമായിട്ട് 100 ശാലോം മാസിക വാങ്ങി ചുറ്റുപാടുകളിൽ വിതരണം ചെയ്യാൻ തുടങ്ങി. ഏതാനും നാളുകൾ കഴിഞ്ഞപ്പോൾ ഭർത്താവിന് സ്ഥിരമായിട്ടുള്ള ജോലി കിട്ടിയ സാക്ഷ്യം അവർ പറയുകയാണ്. ഒരു കൈക്കുഞ്ഞുമായിട്ടാണ് അവർ ഈ മാസിക വിതരണം ചെയ്യാൻ പോയത്. പ്രിയപ്പെട്ടവരെ, അച്ഛൻ്റെ ജീവിതാനുഭവങ്ങളിൽ നിന്നാണ് പറഞ്ഞത്. നമ്മൾ ഈശോയെ കൊടുക്കുമ്പോൾ ഈശോയുടെ കൃപ നമ്മളിലേക്ക് ഒഴുകും. ഈശോ അത്ഭുതകരമായ വിധത്തിൽ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ ഒരു വലിയ മാറ്റം തന്നെ ജീവിതത്തിലുണ്ടാകും. അനേക വർഷം നമ്മൾ കർത്താവിൻ്റെ സ്നേഹം അനുഭവിച്ചറിഞ്ഞിട്ട് എത്ര പേർക്ക് കർത്താവിനെ കൊടുത്തുവെന്ന് ഈ രാത്രിയിൽ നമുക്ക് ആത്മപരിശോധന നോക്കാം. ഇത്രയും വർഷം ഈ ലോകത്തിൽ ജീവിച്ചിട്ടും എൻ്റെ ദൈവത്തെ കൊടുക്കുവാൻ എനിക്ക് സാധിച്ചോ? എൻ്റെ ചുറ്റുപാടുകളിലേക്ക് എൻ്റെ കർത്താവിൻ്റെ സ്നേഹം ഒഴുക്കാൻ എനിക്ക് സാധിച്ചോ എന്ന് നമുക്ക് ചിന്തിച്ച് നോക്കാം. കർത്താവിൻ്റെ തിരുമുമ്പിൽ നമുക്ക് നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിശോധിക്കാം. ഈ നിമിഷങ്ങളിൽ ഈശോ ദിവ്യകാരുണ്യമായി നമ്മുടെ മുമ്പിലുണ്ട്. കർത്താവ് ഈ രാത്രിയിൽ നമ്മുടെ ഹൃദയത്തോട് ചോദിക്കുകയാണ്, എൻ്റെ സ്നേഹം അനുഭവിച്ചറിയാത്ത, എന്നെക്കുറിച്ച് കേൾക്കാത്ത അനേകായിരങ്ങൾക്ക് വേണ്ടി സുവിശേഷം ഞാൻ നിന്നെ പരമേൽപ്പിച്ചിട്ടും എത്ര പേർക്ക് കൊടുത്തുവെന്ന് കർത്താവ് ചോദിക്കുന്നുണ്ട്. നമുക്കിന്ന് കർത്താവിനോട് മാപ്പ് ചോദിക്കുകയും നമ്മുടെ സുവിശേഷ ജീവിതം ഒരു പുതിയ തുടക്കം കുറിക്കാൻ വേണ്ടി രാത്രിയിൽ നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കുകയും ചെയ്യാം. പ്രിയപ്പെട്ടവരെ, ഹീലിംഗ് നമ്മുടെ ജീവിതത്തിലേക്ക് സ്വാഭാവികമായി കടന്നു വരും. പ്രശ്നങ്ങളുടെ പരിഹാരം സ്വാഭാവികമായി കടന്നു വരും. നിങ്ങൾ ഒന്നാമതായി ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം സകലതും നിൻ്റെ ജീവിതത്തോട് കൂട്ടിച്ചേർത്ത് തരുമെന്ന കർത്താവ് പറഞ്ഞത്. അതുകൊണ്ട് അവൻ്റെ രാജ്യം നമ്മൾ തേടണം, അവൻ്റെ ഹിതം നമ്മൾ അന്വേഷിക്കണം. അവൻ്റെ രക്ഷ ലോകത്തിന് കൊടുക്കുവാൻ വേണ്ടി നമ്മുടെ ജീവിതത്തെ നമുക്ക് സമർപ്പിക്കാം. കർത്താവേ, എനിക്ക് കഴിവില്ല, കർത്താവ് എനിക്ക് അറിവ് കുറവാണ്, എൻ്റെ സാഹചര്യങ്ങൾ പരിമിതമാണ്, എങ്കിലും ഈ രാത്രിയിൽ എൻ്റെ ജീവിതത്തെ തൃക്കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. എന്നെയും അങ്ങയുടെ സുവിശേഷം കൊടുക്കുവാൻ ഒരു ഉപകരണമാക്കി അവിടുന്ന് മാറ്റണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സുവിശേഷം പറയുവാനുള്ളൊരു അഭിഷേകം എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കാം. അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എനിക്ക് തരണമേ. ലജ്ജയും ഭയവും എടുത്തു നീക്കണമേ. നമുക്ക് ഈശോയുടെ മുമ്പിൽ നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് സ്തുതിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. കർത്താവേ, അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളുടെ ജീവിതങ്ങളെ ഞങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങയുടെ സുവിശേഷം പറയുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു.
രക്ഷയുടെ സദ്വാർത്ത അറിയിക്കുവാൻ അങ്ങയുടെ ആത്മാവിനാൽ ഞങ്ങൾ നിറയ്ക്കണമേ. കർത്താവേ, ഞങ്ങളെ ലജ്ജ എടുത്തു മാറ്റണമേ, ഭയം എടുത്തു മാറ്റണമേ. കർത്താവേ, ദുഃഖിച്ചിരിക്കുന്ന മനുഷ്യരിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കൃപ നൽകണമേ. നീ മാറ്റേണമേ, എന്നെ നീ മാറ്റേണമേ, പൂർണ്ണമായി മാറ്റേണമേ, നിന്റേതായി മാറ്റേണമേ. കർത്താവേ, എന്നെ നിന്റെ കരങ്ങളിൽ ഒരു ഉപകരണമാക്കി മാറ്റണമേ നാഥ. നാഥാ നീ മാറ്റേണമേ, എന്നെ നീ മാറ്റേണമേ, പൂർണ്ണമായി മാറ്റേണമേ, നിന്റേതായി മാറ്റേണമേ. കർത്താവേ, എന്നെ ഒരു സുവിശേഷകനായി മാറ്റണമേ ഈ രാത്രിയിൽ. നാഥാ നീ മാറ്റേണമേ, എന്നെ നീ മാറ്റേണമേ, പൂർണ്ണമായി മാറ്റേണമേ, അങ്ങേതായി മാറ്റേണമേ. കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ദിവ്യകാരുണ്യത്തിലേക്ക് നമുക്ക് നോക്കാം. മത്തായി സുവിശേഷം 28-ാമത്തെ അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം കർത്താവിൻ്റെ വചനം പറയുന്നത് ഇങ്ങനെയാണ്: മഗ്ദലന മറിയവും മറ്റേ മറിയവും യേശുവിനെ സമീപിച്ച് അവൻ്റെ പാദങ്ങളിൽ കെട്ടിപ്പിടിച്ച് അവനെ ആരാധിച്ചു. അവർ അവനെ സമീപിച്ച് ആ പാദങ്ങളിലേക്ക് കെട്ടിപ്പിടിച്ച് അവനെ ആരാധിച്ചു. യേശു പറഞ്ഞു, ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട, നിങ്ങൾ പോയി എൻ്റെ സഹോദരന്മാരോട് അവർ എന്നെ ഗലീലയിൽ വെച്ച് കാണുമെന്ന് പറയുക. യേശുവിനെ ആരാധിക്കുന്ന ഓരോ പൈതലിനോടും യേശു പറയാണ്, നീ പേടിക്കണ്ട, നീ ഇവാഞ്ചലൈസേഷൻ നടത്തണം, നീ പോകണം, നീ പറയണം, ഞാൻ ഉത്ഥാനം ചെയ്തു, ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് നീ പറയണം. സ്ത്രീകളെ പറഞ്ഞയക്കുകയാണ്, അവർ ഓടിപ്പോവുകയാണ് യേശുവിൻ്റെ സ്നേഹത്തെ കൊടുക്കാനായിട്ട്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ രാത്രിയിൽ കർത്താവിനെ ആരാധിക്കുകയാണല്ലോ. അവൻ്റെ പാദങ്ങളിൽ കെട്ടിപ്പിടിച്ച് നമുക്കും ആരാധിക്കാം. അവൻ അതിന് യോഗ്യനാണ്, അവൻ അതിന് അർഹനാണ്. ഓ ജീസസ്, അങ്ങയെ സ്നേഹിക്കാൻ എൻ്റെ ഹൃദയങ്ങളെ തുറക്കണമേ കർത്താവേ. എത്രയോ അനുഗ്രഹിക്കപ്പെട്ടവരാണ് ഈശോ. അങ്ങയുടെ സന്നിധിയിലായിരിക്കാൻ, അങ്ങയെ സ്നേഹിക്കാൻ, അങ്ങയെ സ്തുതിക്കാൻ, അങ്ങയുടെ കാലുകളിൽ കെട്ടിപ്പിടിച്ച് ആ പാദങ്ങളിൽ കെട്ടിപ്പിടിച്ച് അങ്ങയെ ആരാധിക്കാൻ ഞങ്ങളെ വിളിച്ചല്ലോ. നന്ദി കർത്താവേ. രണ്ട് കരങ്ങൾ ഉയർത്തി ഇവിടെ കർത്താവിനെ സ്നേഹിക്കട്ടെ, കർത്താവിനെ സ്നേഹിക്കട്ടെ, ഇവിടെ കർത്താവിനെ സ്നേഹിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ, 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 നല്ലവനാകുന്ന കർത്താവേ, നീ വലിയവനാകുന്ന യേശുവേ, നീ രാജാവാകുന്ന കർത്താവേ, നീ ഉന്നതനാകുന്ന യേശുവേ, നീ സ്നേഹനിധിയാകുന്ന കർത്താവേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. കാലുകളിൽ കെട്ടിപ്പിടിച്ച് പാദങ്ങളിൽ പുണർന്ന് ഞങ്ങൾ ആരാധിക്കുന്നു യേശുവേ. നിൻ പാദം പുണർന്നു ഞാൻ ഒന്ന് ആരാധിക്കട്ടെ, എൻ കരങ്ങൾ തിരുപ്പാതെ ഞാൻ ഒന്നു ചേർത്തു വയ്ക്കട്ടെ. ഒന്ന് ആരാധിക്കട്ടെ.
ചെയ്തു സഞ്ചരിച്ച പാദങ്ങൾ ഒന്നു ചുംബിച്ചിടട്ടെ. ജീവന്റെ നാഥനാമേശുവേ, എന്റെ തമ്പുരാനേ, ഉദ്ധാനം ചെയ്തവനേ, ഞങ്ങൾ ആരാധിക്കുന്നു. മരണത്തെ ജയിച്ചവനേ, ഞങ്ങൾ ആരാധിക്കുന്നു. ഇരു കരങ്ങളും ഈശോയുടെ പക്കലേക്ക് ഉയർത്തി. ഉദ്ധാനം ചെയ്തവനേ, ഞങ്ങൾ ആരാധിക്കുന്നു. മരണത്തെ ജയിച്ചവനെ, മരണത്തെ ജയിച്ചവനേ, ഞങ്ങൾ ആരാധിക്കുന്നു. ഉദ്ധാനം ചെയ്തവനെ, ഉദ്ധാനം ചെയ്തവനേ, ഞങ്ങൾ ആരാധിക്കുന്നു. മരണത്തെ ജയിച്ചവനേ, ഞങ്ങൾ ആരാധിക്കുന്നു. നന്നായി കരങ്ങൾ ഉയർത്തി ഒന്നും കൂടെ സ്തുതിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദാനം ചെയ്ത കർത്താവിനെ ആരാധിക്കട്ടെ. മരണത്തെ തോൽപ്പിച്ചവനെ ആരാധിക്കട്ടെ. ഇന്നും ജീവിക്കുന്നവനെ ആരാധിക്കട്ടെ. സത്യമായി എഴുന്നേൽക്കുന്നവനെ ആരാധിക്കട്ടെ. Jesus Lord. ആരാധന, 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 ആരാധന. ഞങ്ങൾ ആരാധിക്കുന്നു. ദാനം ചെയ്തവനെ, ഉദ്ധാനം ചെയ്തവനേ, ഞങ്ങൾ ആരാധിക്കുന്നു. കർത്താവേ, മരണത്തെ ജയിച്ചവനേ, ഞങ്ങൾ ആരാധിക്കുന്നു. ഉദ്ധാനം ചെയ്തവനേ, ഞങ്ങൾ ആരാധിക്കുന്നു. മരണത്തെ ജയിച്ചവനേ, ഞങ്ങൾ ആരാധിക്കുന്നു. കർത്താവിൻ്റെ പാദങ്ങളിൽ കെട്ടിപ്പിടിച്ചവർ അവിടുത്തെ ആരാധിക്കാം. ആർക്കെങ്കിലും മുട്ടുകുത്തണമെങ്കിൽ മുട്ടുകുത്തി എന്ന് കർത്താവിനെന്ന് ആരാധിക്കുക. ഈശോയെ, എൻ്റെ ജീവിതവും ജീവനെല്ലാം അങ്ങേക്ക് സമർപ്പിച്ച് ആരാധിക്കുകയാണ് ഈശോയെ. ആ പാവപ്പെട്ട സ്ത്രീകൾ നിന്നെ സ്നേഹിച്ചു. നിന്നെ അവർ ആഴമായി സ്നേഹിച്ചു കഴിഞ്ഞപ്പോൾ നിന്നെ കാണാൻ നീ അവർക്ക് കൃപ കൊടുത്തല്ലോ ഈശോയെ. അവർ നിന്നെ സമീപിച്ച് നിന്റെ പാദങ്ങളിൽ കെട്ടിപ്പിടിച്ച് നിന്നെ ആരാധിച്ചതുപോലെ ഈ രാത്രിയിൽ ഈശോയെ ഞങ്ങൾ വിശ്വാസത്തോടെ നിന്റെ കാലുകളിൽ കെട്ടിപ്പിടിച്ച് നിന്നെ ആരാധിക്കുന്ന കർത്താവേ. ഈശോയെ, ഞങ്ങളെ ഓരോരുത്തരെയും സ്പർശിക്കണമേ. ഭയപ്പെടണ്ട എന്ന് പറയണമേ കർത്താവേ. നീ പോയി സുവിശേഷം ചെയ്യുമെന്ന് പറ കർത്താവേ. ഞങ്ങളുടെ ആത്മാവിന്റെ അനോയിന്യം ഞങ്ങളുടെ മേൽ ഒഴുക്കണമേ കർത്താവേ. പുതിയൊരു ശക്തി ഞങ്ങളുടെ മേൽ വർഷിക്കണമേ കർത്താവേ. ആരാധിക്കാനും അങ്ങേ സ്തുതിക്കാൻ അഭിഷേകം നൽകണമേ കർത്താവേ. യേശുവേ, ആരാധന, 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 ആരാധന. കുടിഞ്ഞവർന്ന കരങ്ങൾ ഉയർത്തി നമ്മുടെ കർത്താവിനെ സ്തുതിക്കട്ടെ. വലിയ അഭിഷേകത്തോടെ, വലിയ അഭിഷേകത്തോടെ കർത്താവിനെ ആരാധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. യേശുവേ, നിനക്ക് പറയാനായവനേ, ആരാധന, ആരാധന. ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ചവനേ, ആരാധന. മരണത്തെ തോൽപ്പിച്ചവനെ ആരാധിക്കുന്നു, ആരാധിക്കുന്നു യേശുവേ. ഇന്നും ജീവിക്കുന്നവനെ ആരാധന. ഞങ്ങളുടെ കൂടെ പ്രവർത്തിക്കുന്നവനെ ആരാധന, ആരാധന. ഉദ്ധാനം ചെയ്തവനേ, ഞങ്ങൾ ആരാധിക്കുന്നു. മരണത്തെ ജയിച്ചവൻ
കർത്താവിൻ്റെ സന്നിധിയിൽ തുടർന്ന് കുറച്ച് സമയം കൈകളൊക്കെ അടിച്ച് നമുക്ക് കർത്താവിനെ ആരാധിക്കാം, സ്തുതിക്കാം. എഴുന്നേറ്റ് നിന്നുകൊണ്ട് നമ്മുടെ നല്ല ഈശോയെ നമ്മൾ മഹത്വപ്പെടുത്തുകയാണ്. അവിടെ എത്രയോ നല്ലവനാണ്, സ്തുതികൾക്ക് യോഗ്യനായവൻ, മഹത്വത്തിന് അർഹനായവൻ, ആരാധനയ്ക്ക് യോഗ്യനായവൻ, സ്തുതിയുടെ സിംഹാസനത്തിൽ വസിക്കുന്നവൻ. സങ്കീർത്തനം 22:3. യു ആർ ഹോളി ലോർഡ്, യു ആർ ഡ്വെല്ലിംഗ് ഓൺ ദ പ്രൈസസ് ഓഫ് ഇസ്രായേൽ. നീ പരിശുദ്ധനാണ്, ഇസ്രായേലിൻ്റെ സ്തുതിയുടെ സിംഹാസനത്തിൽ വസിക്കുന്നവനാണല്ലോ. കൈകളടിച്ച് കർത്താവിനെ ആരാധിക്കാം വലിയ സ്വാതന്ത്ര്യത്തോടെ, കരഘോഷത്തോടെ. ഗ്ലോറി. ദൈവമക്കളുടെ ആനന്ദത്തോടെ അപ്പനെ ആരാധിക്കുന്ന സമയം, പുത്രനെ ആരാധിക്കുന്ന സമയം, റുഹാത്ത് ഖുദ്ദൂസിനെ ആരാധിക്കുന്ന സമയം. ഇരുവശങ്ങളിലേക്ക് കൈകളടിച്ച് യേശുവേ, ദൈവപിതാവേ അങ്ങേ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ദൈവപിതാവേ അങ്ങേ ഞങ്ങൾ പാടിസ്തുതിക്കുന്നിതാ. ചേർന്ന് പാടുന്നു. ദൈവപിതാവേ അങ്ങേ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ദൈവപിതാവേ അങ്ങേ ഞങ്ങൾ പാടിസ്തുതിക്കുന്നിതാ. ആരാധന അങ്ങേക്ക് ആരാധന, ആരാധന അങ്ങേക്ക് ആരാധന, ആരാധന അങ്ങേക്ക് ആരാധന, ആരാധന അങ്ങേക്ക് ആരാധന. ഇരുവശങ്ങളിലേക്ക് കൈകളടിച്ച് നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ച് രക്ഷകനായ യേശു ക്രിസ്തുവിനെ ആരാധിക്കുന്ന രാത്രിയാണല്ലോ. യേശുവേ, ഉദ്ധാനം ചെയ്തവനെ, മരണത്തെ തോൽപ്പിച്ചവനെ, ഇന്ന് ഞങ്ങളുടെ കൂടെ വസിക്കുന്നവനെ, ജീവിക്കുന്ന യേശുവേ, ജീവനായ യേശുവേ, ജീവനുള്ള യേശുവേ, ഞങ്ങളുടെ മക്കൾ അങ്ങ് ഈ രാത്രിയിൽ ആരാധിക്കുന്നപ്പാ. അഭിഷേകം കൊണ്ട് നിറയ്ക്കണം യേശുവേ. ഗ്ലോറി ഗ്ലോറി ഗ്ലോറി. യേശുവേ നാഥാ അങ്ങേ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. യേശുവേ നാഥാ അങ്ങേ ഞങ്ങൾ പാടിസ്തുതിക്കുന്നിതാ. യേശുവേ നാഥാ അങ്ങേ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. യേശുവേ നാഥാ അങ്ങേ ഞങ്ങൾ കൈകൾ ഉയർത്തി കൈകളടിച്ച ആരാധന അങ്ങേക്ക് ആരാധന, ആരാധന അങ്ങേക്ക് അധരം ആരാധന, തുറന്ന് പാടട്ടെ. ആരാധന അങ്ങേക്ക് ആരാധന, ആരാധന അങ്ങേക്ക് ആരാധന. കൈകൾ താഴ്ത്തി നന്നായി കൈകളടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ചലിച്ച്, പരിശുദ്ധാത്മാവേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങളെ നയിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ശുശ്രൂഷകളെ നയിക്കുന്ന പരിശുദ്ധാത്മാവേ, ജില്ലെ നയിക്കുന്ന പരിശുദ്ധാത്മാവേ, ഇത് തുടങ്ങിയ പരിശുദ്ധാത്മാവേ, അഭിഷേകത്തിന്റെ രാജാവേ, ആരാധന ആരാധന. ഗ്ലോറി ഗ്ലോറി ഗ്ലോറി. Worship you, Jesus. പരിശുദ്ധാത്മാവേ, പാവനാത്മാവേ അങ്ങേ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. പാവനാത്മാവേ അങ്ങേ ഞങ്ങൾ പാടിസ്തുതിക്കുന്നിതാ. ചേർന്ന് പാടാം. പാവനാത്മാവേ അങ്ങേ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. പാവനാത്മാവേ അങ്ങേ ഞങ്ങൾ പാടിസ്തുതിക്കുന്നിതാ. കരങ്ങൾ ഉയർത്തി. ആരാധന അങ്ങേക്ക് ആരാധന, ആരാധന അങ്ങേക്ക് എല്ലാം മറന്ന് പാടി ആരാധന, പാടി ആരാധിക്കട്ടെ. ആരാധന അങ്ങേക്ക് ആരാധന, ആമേൻ. ആരാധന അങ്ങേക്ക് ആരാധന, ആരാധന അങ്ങേക്ക് ആരാധന, ആരാധന അങ്ങേക്ക് ആരാധന. രണ്ട് കരങ്ങളും ഉയർത്തി ഒന്ന് വിളിച്ച യേശുവേ, യേശുവേ, ജീസസ്, the King of Glory, മഹത്വത്തിന്റെ രാജാവേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങേ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നപ്പാ. ഗ്ലോറി ഗ്ലോറി ഗ്ലോറി. ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു യേശുവേ, ജീവനുള്ളവനെ, ജീവൻ തന്നെ ആയവനെ, ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് എഴുന്നള്ളി വരുന്നവനെ, ആൽഫയും ഒമേഗയും ആയവനെ, ആദിയും അന്ത്യവുമായവനെ, ഇന്നലെയും ഇന്നും എന്നും ഒരേ ആളായവനെ, യേശുവേ, ആരാധന 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 ആരാധന.
വചനത്തിന്റെ ശക്തി കൂട്ടായ്മയിലേക്ക് വ്യാപരിക്കട്ടെ. യേശു നാമത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ, വ്യാപരിക്കട്ടെ. ഹല 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 ഹല. യേശുവേ, 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 യേശുവേ. വിളിക്കട്ടെ, എല്ലാവരും ചേർന്ന് വിളിക്കട്ടെ. ജീവന്റെ നാമത്തെ വിളിക്കട്ടെ, ശക്തിയോട് വിളിക്കട്ടെ, അഭിഷേകത്തോട് വിളിക്കട്ടെ, ഉണർവോട് വിളിക്കട്ടെ. യേശുവേ വിളിക്കട്ടെ. യോഗ്യനാണല്ലോ. അതരങ്ങൾ തുറക്കട്ടെ, ആരാധിക്കട്ടെ കർത്താവിനെ. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, സ്തുതിക്കുയരട്ടെ. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. We need your glory. We want to see your glory. Hallelujah, 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 hallelujah. ജീവിതങ്ങളെ കർത്താവ് സ്പർശിക്കുന്ന രാത്രി, അനേക തടവറകൾ കഴിയുന്ന മക്കളെ പുനരുദ്ധരിക്കുന്ന രാത്രി, കെട്ടുകളെ പൊട്ടിക്കുന്ന രാത്രി, കൃപയുടെ സമയമാണല്ലോ. രണ്ട് കരങ്ങളും ഹൃദയത്തോട് ചേർത്ത് വെച്ച് നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ച കർത്താവിൻ്റെ പരിശുദ്ധ രക്തം കൊണ്ട് കഴുകപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്ക് പ്രിയപ്പെട്ടവരെ, നമ്മുടെ പാപങ്ങളിൽ നിന്നെല്ലാം കർത്താവ് നമ്മൾ കഴുകി വിശുദ്ധീകരിക്കുകയാണല്ലോ. 1 യോഹന്നാൻ 1:7 യേശുവിൻ്റെ രക്തം നമ്മളെല്ലാ പാപങ്ങളും ശുദ്ധീകരിച്ചിരിക്കുന്നു. യേശുവിൻ്റെ രക്തം കൊണ്ട് കഴുകപ്പെടുന്ന സമയമാണത്. എബ്രായലേഖനം 9:14 വാക്യം, ആത്മാവ് മൂലം കളങ്കമില്ലാതെ ദൈവത്തിന് തന്നെ സമർപ്പിച്ച യേശുക്രിസ്തുവിന്റെ രക്തം നിർജീവ പ്രവൃത്തികളിൽ നിന്ന് നമ്മുടെ അന്ധകരണത്തെ എത്രയധികമായി ശുദ്ധീകരിക്കുകയില്ല. ജീവിക്കുന്ന യേശുക്രിസ്തുവിനെ ശുശ്രൂഷിക്കാൻ നമ്മുടെ അന്ധകരണത്തെ, മനസാക്ഷിയെ, നമ്മുടെ ഇന്നർ ബീയിങ്ങിനെ ശുദ്ധീകരിക്കുന്ന രക്തം യേശുവേ, അങ്ങനെ രക്തം കൊണ്ട് ഞങ്ങളെ കഴുകണമേ, കഴുകണമേ കർത്താവേ. പാരമ്പര്യമായി തകർച്ചയുള്ള കുടുംബങ്ങളെ കഴുകാൻ വേണ്ടി ഇപ്പോൾ പ്രത്യേകം പ്രാർത്ഥിക്കുക. ഈശോയുടെ രക്തം കൊണ്ട് നമ്മൾ കഴുകപ്പെടട്ടെ. 1 പത്രോസ് 1:18-19 പിതാക്കന്മാരിൽ നിന്ന് നമുക്ക് ലഭിച്ച വ്യർത്ഥമായിട്ടുള്ള ജീവിത രീതിയിൽ നിന്ന് നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത് നശ്വരമായ സ്വർണ്ണമോ വെള്ളിയോ കൊണ്ടല്ല, മറിച്ച് കുഞ്ഞാടിൻ്റേത് പോലുള്ള യേശുക്രിസ്തുവിന്റെ അമൂല്യ രക്തം വഴിയാണ്. യേശുക്രിസ്തുവിന്റെ അമൂല്യ രക്തം വഴി വിശുദ്ധീകരിക്കപ്പെടുകയാണ്, ശുദ്ധീകരിക്കപ്പെടും. നമ്മൾ വിശ്വസിക്കുന്നു. അനേകരുടെ പാപങ്ങളുടെ മോചനത്തിന് വേണ്ടി ചിന്തപ്പെട്ട പുതിയ ഉടമ്പടിയിലെ രക്തമാണ് യേശുവിന്റെ രക്തം. യേശുവേ, കഴുകണമേ കർത്താവേ. ഈ കൂട്ടായ്മ ഓരോരുത്തരെയും കഴുകണമേ കർത്താവേ. ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരെയും കഴുകണമേ കർത്താവേ. പാപങ്ങളിൽ നിന്ന് കഴുകണമേ, അശുദ്ധികളിൽ നിന്ന് കഴുകണമേ. സക്കറിയ 10:11 കഴുകണമേ കർത്താവേ, കഴുകണമേ കർത്താവേ, കഴുകണമേ. നദി പുറപ്പെടട്ടെ, തിരുരക്തത്തിന്റെ അഭിഷേകം ഉണ്ടാകട്ടെ. ഈശോയെ കഴുകണമേ, ഈശോയെ കഴുകണമേ, കഴുകണമേ. എന്നിൽ ഒഴുകട്ടെ, ഈശോ അഭിഷേകം എന്നിൽ നിറയട്ടെ. തിരുരക്തം എന്നിൽ ഒഴുകട്ടെ, രണ്ട് കാലങ്ങളും ഈശോയുടെ പക്കലേക്ക് തുറന്നു നീട്ടിപ്പിടിച്ച് പ്രാർത്ഥിച്ച്, തിരുരക്തം എന്നിൽ ഒഴുകട്ടെ, അഭിഷേകം എന്നിൽ നിറയട്ടെ. വിശ്വാസത്തോടെ പാടിക്കേ. അഭിഷേകം എന്നിൽ നിറയട്ടെ. രണ്ട് കരങ്ങളും ഉയർത്തി പാടിക്കേ. തിരുരക്തമേ, തിരുരക്തം എന്നിൽ ഒഴുകട്ടെ, അഭിഷേകം എന്നിൽ നിറയട്ടെ. വീണ്ടും വീണ്ടും പാടിക്കേ. തിരുരക്തം എന്നിൽ ഒഴുകട്ടെ, അഭിഷേകം എന്നിൽ നിറയട്ടെ. കണ്ണുകളെ സമർപ്പിച്ച് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. വിശുദ്ധീകരിക്കപ്പെടും, കണ്ണുകൾ വിശുദ്ധീകരിക്കപ്പെടും, കൃപ നിറയട്ടെ, വിശുദ്ധി വ്യാപരിക്കട്ടെ. തിരുരക്തമേ, പറയുന്ന സ്വഭാവം, അശുദ്ധി പറയുന്ന സ്വഭാവം വിട്ടുമാറിപ്പോ.
പോകട്ടെ. രക്തം കഴുകണമേ. എന്നിൽ നാവിനെ ഒഴുകട്ടെ. അധരങ്ങളെ കഴുകണമേ. അഭിഷേകം എന്നിൽ നിറയട്ടെ. രണ്ട് കരങ്ങളെ ഉയർത്തി ഉറക്കെ പാടിക്കേ. രക്തം എന്നിൽ ഒഴുകട്ടെ. അഭിഷേകം എന്നിൽ നിറയട്ടെ. വിളിച്ചേ യേശുവേ. യേശുവേ, കഴുകണമേ, കഴുകണമേ, ചിന്തകളെ കഴുകണമേ, ഭാവനകളെ കഴുകണമേ, സെക്സ്വാലിറ്റിയെ കഴുകണമേ, ജീവിതത്തെ കഴുകണമേ, കഴിഞ്ഞകാല ജീവിതത്തെ കഴുകണമേ, പാപത്തിന്റെ ഓർമ്മകളെ കഴുകണമേ, എല്ലാം കഴുകി ശുദ്ധീകരിക്കണമേ. തിരുരക്തം ഒഴുകട്ടെ, ഒഴുകട്ടെ, കുഞ്ഞുങ്ങളിലേക്ക് ഒഴുകട്ടെ, രോഗം പിടിച്ച അവയവങ്ങളിലേക്ക് യേശുവിന്റെ രക്തം ഒഴുകി ഇറങ്ങട്ടെ. സൗഖ്യത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. അവന്റെ രക്തത്തിൽ ജീവനുണ്ടല്ലോ, യേശുവിന്റെ രക്തത്തിൽ അഭിഷേകമുണ്ടല്ലോ, അവന്റെ രക്തത്തിൽ മോചനമുണ്ടല്ലോ, അവന്റെ രക്തത്തിന് ശക്തിയുണ്ടല്ലോ. അത്ഭുതകരമായ രക്തമേ, അമൂല്യ രക്തമേ, കഴുകുന്ന രക്തമേ, വെടിപ്പാക്കുന്ന രക്തമേ, ശുദ്ധീകരിക്കുന്ന രക്തമേ, കെട്ടുകളെ പൊട്ടിക്കുന്ന രക്തമേ, രോഗപീഠകളെ ശാസിക്കുന്ന രക്തമേ, വ്യാപരിക്കുക, 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 വ്യാപരിക്കുക. യേശുവേ, യേശുവേ, കഴുകണമേ, 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 ശുദ്ധീകരിക്കണമേ. യേശുവേ, തിരുരക്തം ഒഴുകട്ടെ. തിരുരക്തം എന്നിൽ ഒഴുകട്ടെ. അഭിഷേകം, അഭിഷേകം എന്നിൽ നിറയട്ടെ. ആവർത്തിച്ച് ആവർത്തിച്ച് പാടിക്കുക ദൈവജനം. തിരുരക്തം എന്നിൽ ഒഴുകട്ടെ. അഭിഷേകം എന്നിൽ നിറയട്ടെ. രോഗം പിടിച്ച നിങ്ങളുടെ ശരീരത്തിന്റെ അവയവത്തിലേക്ക് സൗഖ്യത്തിന്റെ ആത്മാവ് വ്യാപരിക്കാൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, രോഗം പിടിച്ച അവയവങ്ങളിലേക്ക്, രോഗം പിടിച്ച ശരീരത്തിന്റെ അവയവങ്ങളിലേക്ക് നിന്റെ അത്ഭുതകരമായ ശക്തി ഒഴുകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നപ്പോൾ സ്പർശിക്കണമേ കർത്താവേ, സ്പർശിക്കണമേ, അഭിഷേകം ചെയ്യണമേ, സൗഖ്യപ്പെടുത്തണമേ, സൗഖ്യപ്പെടുത്തണമേ, സൗഖ്യപ്പെടുത്തണമേ. എന്നിൽ ഒഴുകട്ടെ. അഭിഷേകം എന്നിൽ നിറയട്ടെ. തുടർന്നുള്ള നിമിഷങ്ങളിൽ കർത്താവിന്റെ സന്നിധിയിൽ രോഗമുള്ള അവയവങ്ങളിലേക്ക് നിങ്ങൾ ഇപ്പോൾ തന്നെ കൈകൾ ചേർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുക. കർത്താവ് സൗഖ്യം നൽകാൻ ആഗ്രഹിക്കുന്നു. അവിടെ നല്ലവനാണ്, അവിടുന്ന് നല്ലവനാണ്. നമ്മുടെ ഈശോ നല്ലവനാണ്, നല്ലവനാണ്. അവിടുന്ന് സൗഖ്യദായകനാണ്. അവിടുന്ന് ലൂക്കാ 6:19 യേശുവിന്റെ ശരീരത്തിൽ നിന്ന് ശക്തി പുറപ്പെട്ട എല്ലാ രോഗികളെയും സുഖപ്പെടുത്തിക്കൊണ്ടിരുന്നു. യേശുവിന്റെ ശരീരത്തിൽ നിന്ന് ശക്തി പുറപ്പെട്ട എല്ലാ രോഗികളെയും സുഖപ്പെടുത്തി. ശിരസ് സംബന്ധമായ തലവേദനയൊക്കെയുള്ള ആളുകൾ ഇപ്പോൾ കൈകൾ നിങ്ങളുടെ ശിരസിലേക്ക് ചേർത്ത് വെച്ചുകൊള്ളുക. മൈഗ്രീൻ രോഗങ്ങൾ, ഹാർട്ട് സംബന്ധമായ രോഗമുള്ള ആൾക്കാർ കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെക്കുക. ഉദര സംബന്ധമായ പേരുള്ളവർ കരങ്ങൾ വയറ്റിലേക്ക് ചേർത്ത് വെക്കുക. ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന ഓരോരുത്തരുടെ മേലും, നേരിട്ടോ അല്ലാതെയോ ശുശ്രൂഷ പങ്കെടുക്കുന്ന ഓരോരുത്തരുടെ മേലും കർത്താവായ യേശുവിന്റെ നാമത്തിലുള്ള വിടുതലുണ്ടാകട്ടെ. മത്തായി 8:16-17 അവൻ അശുദ്ധാത്മാക്കളെ വചനം കൊണ്ട് പുറത്താക്കുകയും എല്ലാ രോഗികളെയും സുഖപ്പെടുത്തുകയും ചെയ്തു. അവൻ നമ്മുടെ ബലഹീനതകളെ ഏറ്റെടുക്കുകയും നിരോഗങ്ങൾ വഹിക്കുകയും ചെയ്തു എന്ന് യേശയ്യ പ്രവചിച്ചത് അങ്ങനെ നിറവേറി. അവൻ നമ്മുടെ ബലഹീനതകളെ ഏറ്റെടുക്കുകയും രോഗങ്ങൾ വഹിക്കുകയും ചെയ്തു എന്ന് യേശയ്യ പ്രവചിച്ചത് അങ്ങനെ നിറവേറി. ഓ കർത്താവേ, രാത്രി അത്ഭുതങ്ങളുടെ രാത്രിയായിട്ട് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ പ്രിയപ്പെട്ട ഓരോ മകനെ മകളെ നീ സ്പർശിക്കണമേ. രോഗം പിടിച്ച ഓരോ അവയവങ്ങളെ നീ സ്പർശിക്കണമേ കർത്താവേ. രോഗം പിടിച്ച അവയവങ്ങളെ സ്പർശിക്കണമേ കർത്താവേ. ചെവി കേൾക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകളുടെ ചെവി തുറക്കട്ടെ യേശുനാമത്തിൽ. പഴുപ്പ് മാറിപ്പോട്ടെ യേശുനാമത്തിൽ. അനാവശ്യമായ മുഴകൾ ചൊങ്ങിപ്പോകട്ടെ യേശുവിന്റെ നാമത്തിൽ. അലർജി രോഗങ്ങളെ ശാസിക്കുന്ന മാറട്ടെ യേശുനാമത്തിൽ. ക്യാൻസർ രോഗങ്ങൾ മാറിപ്പോകട്ടെ യേശുനാമത്തിൽ. അന്ധകാരത്തിന് ആധിപത്യങ്ങൾ അഴിയട്ടെ. പിശാച് കെട്ടിട്ടിരിക്കുന്ന ജീവിതങ്ങളെ യേശു ക്രിസ്തുവിന്റെ അത്ഭുത നാമം ഇന്ന് രാത്രി അഴിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മദ്യപാന ദുരാസത്തിൽ വിട്ടൊഴിഞ്ഞു പോകട്ടെ. ലഹരി ഉപയോഗിക്കുന്ന മക്കളുടെ മേൽ കുടികൊള്ളുന്ന അരുവുകളെ ശാസിക്കുന്നു, വിട്ടൊഴിഞ്ഞു പോകട്ടെ. ദൈവത്തിന്റെ അത്ഭുതകരമായ ശക്തി ശരീരങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ. സ്വർഗത്തിന്റെ അത്ഭുതകരമായ അഗ്നി ശരീരങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ. തുടർന്ന് എല്ലാവരും ചേർന്ന് യേശുവിന്റെ നാമത്തെ വിളിക്കട്ടെ. യേശുവേ, 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 യേശുവേ. വിടുതലിന്റെ രാത്രി, വിടുതലിന്റെ രാത്രി, വിടുതലിന്റെ രാത്രി. ഒന്ന് യോഹന്നാൻ 3:8. The reason why the Son of God appeared is to destroy the power of Satan. യേശുവേ, 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 യേശുവേ. തുടർന്ന് കൈകളടിച്ച് വിടുതലിന്റെ പാട്ട് പാടി പ്രാർത്ഥിക്കുന്നു. വിടുതലിന്റെ പാട്ട് പാടി പ്രാർത്ഥിക്കുകയാണ്. ലേവ്യർ 26:13 നിങ്ങൾ നിവർന്ന് നടക്കേണ്ടതിന് ഞാൻ നിങ്ങളുടെ മുഖത്തിന്റെ കെട്ടുകൾ പൊട്ടിച്ചു. യേശുവിന്റെ നാമത്തിൽ കെട്ടുകൾ അഴിയുന്ന അത്ഭുത ശക്തി ഇപ്പോൾ ജനത്തിന്റെ മേൽ വ്യാപരിക്കട്ടെ. വ്യാപരിക്കട്ടെ.
നന്നായി കൈകളടിച്ച് കരഘോഷത്തോടെ ഗ്ലോറി ഗ്ലോറി ദൈവ സാന്നിധ്യം പ്രാർത്ഥിക്കുന്ന അപ്പാ, ജീവിക്കുന്നവരെ യേശുവിൻ വചനമിതാ, വിടുതലിൻ വചനമിതാ, സൗഖ്യത്തിൻ വചനമിതാ, സർവശക്തന്റെ വചനമിതാ. യേശുവിൻ വചനമിതാ, വിടുതലിൻ വചനമിതാ, സൗഖ്യത്തിൻ വചനമിതാ, സർവശക്തന്റെ വചനമിതാ. ബന്ധനം തകരട്ടെ, അഭിഷേകം നിറയട്ടെ. ബന്ധനം തകരട്ടെ, അഭിഷേകം നിറയട്ടെ. വിടുതൽ വിടുതൽ യേശുവിൻ വിടുതൽ, സ്വർഗ്ഗം തുറന്നിടട്ടെ. വിടുതൽ വിടുതൽ യേശുവിൻ വിടുതൽ, സ്വർഗ്ഗം തുറന്നിടട്ടെ. എഫാത്ത 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 എഫാത്ത, സ്വർഗ്ഗം തുറന്നിടട്ടെ. എഫാത്ത 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 എഫാത്ത, സ്വർഗ്ഗം തുറന്നിടട്ടെ. കൈകൾ ഉയർത്തി കൈകളടിച്ച് യേശുവേ 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 നാമത്തെ വിളിച്ച് വിളിച്ച് കൈയടിച്ച് പാടി പ്രാർത്ഥിക്കട്ടെ. ഇപ്പോൾ വിടുതൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. ലൂക്കാ 4:18-19 അഭിഷേകം വ്യാപരിക്കട്ടെ. അന്തർക്ക് കാഴ്ച, ബന്ധിതർക്ക് മോചനം, വിടുതൽ വിടുതൽ വിടുതൽ. കൈകളടിച്ച് 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 യേശുവേ 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 യേശുവേ. ഒരു കൊച്ചുകുഞ്ഞിനെ പോലെ വിശ്വാസത്തോടെ ജീവന്റെ നാമം ഏറ്റേറ്റ് പറഞ്ഞ് പറഞ്ഞ് പ്രാർത്ഥിക്കട്ടെ. യേശുവേ യേശുവേ ജീസസ്. പാപബന്ധനം തകരട്ടെ, തഴക്ക ദോഷങ്ങൾ മാറിടട്ടെ. ആമേൻ. പാപബോധം നിറയട്ടെ, അനുതാപം എന്നിൽ നിറയട്ടെ. പാപബന്ധനം തകരട്ടെ, തഴക്ക ദോഷങ്ങൾ മാറിടട്ടെ. പാപബോധം നിറയട്ടെ, അനുതാപം എന്നിൽ നിറയട്ടെ. ബന്ധനം തകരട്ടെ, അഭിഷേകം നിറയട്ടെ. ബന്ധനം തകരട്ടെ, അഭിഷേകം നിറയട്ടെ. വിടുതൽ വിടുതൽ യേശുവിൻ വിടുതൽ, സ്വർഗ്ഗം തുറന്നിടട്ടെ. വിടുതൽ വിടുതൽ യേശുവിൻ വിടുതൽ, സ്വർഗ്ഗം തുറന്നിടട്ടെ. എഫാത്ത 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 എഫാത്ത, സ്വർഗ്ഗം തുറന്നിടട്ടെ. എഫാത്ത 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 എഫാത്ത, സ്വർഗ്ഗം തുറന്നിടട്ടെ. ഇരുവശങ്ങളിലേക്ക് കൈകളടിച്ച് ഓ ദൈവമേ, എന്റെ യേശുവേ, അങ്ങയുടെ നാമത്തിന്റെ അത്ഭുതങ്ങൾ, അങ്ങയുടെ നാമത്തിന്റെ അടയാളങ്ങൾ, അങ്ങയുടെ നാമത്തിന്റെ രോഗശാന്തികൾ കർത്താവേ എന്നിലേക്ക് അങ്ങ് വർഷിക്കണമേ. യേശുവേ, നിന്റെ ശക്തി അയക്കണമേ, നിന്റെ കൃപ അയക്കണമേ, നിന്റെ അഭിഷേകം അയക്കണമേ, നിന്റെ വിടുതൽ അയക്കണമേ. ഞങ്ങൾ അഭിഷേകം പ്രാപിക്കട്ടെ, ഫ്രീഡം പ്രാപിക്കട്ടെ, ശക്തി പ്രാപിക്കട്ടെ, ബലം പ്രാപിക്കട്ടെ. നൊമ്പരങ്ങൾ മാറിടട്ടെ, ശാപശക്തികൾ നീങ്ങിടട്ടെ. ഭയം നിരാശകൾ തകരട്ടെ, ആകുല വ്യാധികൾ മാറിടട്ടെ. ദുഃഖനൊമ്പരങ്ങൾ മാറിടട്ടെ, ശാപശക്തികൾ നീങ്ങിടട്ടെ. ഭയം നിരാശകൾ തകരട്ടെ, ആകുല വ്യാധികൾ മാറിടട്ടെ. ബന്ധനം തകരട്ടെ, അഭിഷേകം നിറയട്ടെ. ബന്ധനം തകരട്ടെ, അഭിഷേകം നിറയട്ടെ. വിടുതൽ വിടുതൽ യേശുവിൻ വിടുതൽ, സ്വർഗ്ഗം തുറന്നിടട്ടെ. വിടുതൽ വിടുതൽ യേശുവിൻ വിടുതൽ, സ്വർഗ്ഗം തുറന്നിടട്ടെ. എഫാത്ത 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 എഫാത്ത, സ്വർഗ്ഗം
കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ ആണിപ്പഴുതുള്ള കൈകൾ നീട്ടണമേ കർത്താവേ. സന്താന പുഷ്ടിയുള്ളവരായിട്ട് പെരുകിടുന്ന് പറഞ്ഞ കർത്താവേ, അങ്ങയുടെ വചനം പാലിക്കാൻ തക്ക തരത്തിലവർക്ക് മക്കളെ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നൈറ്റിജലിന് സാക്ഷ്യമായിട്ട് അടുത്ത പ്രാവശ്യങ്ങൾ വരട്ടെ നിങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈശോയെ രോഗം പിടിച്ച ഉദരങ്ങളിലേക്ക്, ഗർഭപാത്രങ്ങളിലേക്ക് അത്ഭുത ശക്തി ഇപ്പോൾ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഗർഭധാരണ ശക്തി കുറവുള്ള എല്ലാ വ്യക്തികളുടെ മേലും നിന്റെ അത്ഭുതകരമായ ശക്തി വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സൗഖ്യത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പുറപ്പാട് 23-25 അഭിഷേകം വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗർഭചിത്രത്തെ ശാസിക്കുന്നു, യേശുനാമത്തിൽ മാറട്ടെ. വന്ധ്യതകളെ ശാസിക്കുന്നു, യേശുനാമത്തിൽ മാറട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിക്കട്ടെ. അത്യുന്നതന്റെ അത്ഭുത ശക്തി വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹം ഉണ്ടാകട്ടെ, കുഞ്ഞുങ്ങൾ ജനിക്കട്ടെ, ദൈവശക്തി വ്യാപരിക്കട്ടെ, ഉദരങ്ങൾ തുറക്കട്ടെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യാപരിക്കട്ടെ, അനുഗ്രഹങ്ങൾ വ്യാപരിക്കട്ടെ, തടസ്സങ്ങൾ മാറട്ടെ, കെട്ടുകൾ അഴിയട്ടെ, പൈശാചികങ്ങൾ വിട്ടൊഴിഞ്ഞു പോട്ടെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യാപരിക്കട്ടെ. കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു. അന്ന കണ്ണീരോടെ പ്രാർത്ഥിച്ചു, അവൾക്ക് സാമുവേലിനെ കിട്ടി. പ്രാർത്ഥിക്കട്ടെ, പ്രാർത്ഥിക്കട്ടെ, പ്രാർത്ഥിക്കട്ടെ. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികളെ അങ്ങ് സ്പർശിക്കണമേ, അനുഗ്രഹിക്കണമേ, കരഞ്ഞതു കേട്ടു, സാമുവേൽ ബാലനെ നൽകി. ദാനിയേലിന്റെ ദൈവം സിംഹക്കൂട്ടിലിറങ്ങി. പ്രാർത്ഥിച്ചിടാം കണ്ണുനീരോടെ, ഒന്നും അസാധ്യമല്ല. പ്രാർത്ഥിച്ചിടാം കണ്ണുനീരോടെ, ഒന്നും അസാധ്യമല്ല. പ്രാർത്ഥിച്ചിടാം കണ്ണുനീരോടെ, ഒന്നും അസാധ്യമല്ല. ശുശ്രൂഷയിൽ സംബന്ധി പ്രാർത്ഥിക്കുന്ന 5 വ്യക്തികളുടെ പ്രാർത്ഥന കർത്താവ് സ്വീകരിച്ച് കുഞ്ഞുങ്ങളെ നൽകുന്നതായിട്ടൊരു മെസ്സേജ് കർത്താവ് നൽകുന്നുണ്ട്. കർത്താവേ, ഗ്ലോറി കർത്താവേ, നിനക്കെല്ലാം സാധ്യമാണ് വിശ്വസിക്കുന്ന കർത്താവ്. സാക്ഷ്യങ്ങൾ വരട്ടെ എന്ന് യേശുവിന്റെ നാമത്തിൽ ഡോക്ടർമാര് കൈവിടിഞ്ഞ കേസ് കർത്താവ് ഏറ്റെടുത്തതിന് നന്ദി പറയുന്നു. കർത്താവേ, അനുഗ്രഹിച്ചതിന് നന്ദി കർത്താവേ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. ഈ സമൂഹത്തിൽ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഭയങ്കര ചെവിക്ക് വേദനയുള്ള ഒരു വ്യക്തിയെ കർത്താവ് ഇപ്പോൾ തന്നെ സുഖപ്പെടുത്തുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഈശോയെ, നിനക്ക് നന്ദി പറയുന്നു. നിന്റെ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഗ്ലോറി, ഗ്ലോറി. സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ വേദനകൾ എടുത്തു നീക്കുന്ന ഈശോയെ ഞങ്ങളെ സ്തുതിക്കുന്നു. ഓ കർത്താവേ, നിനക്ക് നന്ദി. യേശുവേ, നന്ദി. ഒന്നിടവിട്ട ദിവസങ്ങളിൽ അകാരണമായൊരു പ്രത്യേക വഴക്ക്, ഒരു കാരണമില്ലാതെ അങ്ങനെ കുടുംബത്തിൽ ഭാര്യ ഭർത്താവ് ഒരു പ്രത്യേക വഴക്കിന്റെ ഒരരൂപിനെ യേശുക്രിസ്തു ശാസിക്കുന്ന ആ കുടുംബത്തിലേക്ക് കർത്താവിന്റെ സമാധാനം നിറയ്ക്കുന്നതായിട്ട് കാണിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഈ സമൂഹത്തിൽ കൈകൾ പൊക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു വ്യക്തിയെ കർത്താവ് ഇപ്പോൾ സ്പർശിക്കുന്നുണ്ട്. കരങ്ങൾ പൊക്കി നോക്കിക്കൊള്ളുക. കർത്താവിന്റെ അത്ഭുതകരമായ ശക്തി കരങ്ങളിലേക്ക് വ്യാപരിക്കുന്നു. നാമത്തിൽ സംഭവിക്കുന്ന നാമത്തിന് മഹത്വം.
സ്തുതി. കർത്താവേ, നന്ദി. കർത്താവേ, സ്തോത്രം. ദൈവമേ, സ്തുതി. നമ്മുടെ കുടുംബങ്ങളിൽ പ്രാർത്ഥന ശക്തിപ്പെടാൻ വേണ്ടി കുറച്ച് സമയം നമുക്ക് പ്രാർത്ഥിക്കാം. കുടുംബ പ്രാർത്ഥന ബലപ്പെടാൻ, വചനവായന ബലപ്പെടാൻ, അതുപോലെ ഇവാഞ്ചലൈസേഷനുള്ള വലിയ സ്പിരിറ്റ് വർദ്ധിക്കാൻ 2 കരങ്ങളും തുറന്നു പിടിച്ച് ഈശോയോട് പ്രാർത്ഥിക്കും. ഇങ്ങനെ ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ അങ്ങ് രാജാവായി വാഴണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ ശക്തമായ പ്രാർത്ഥനകൾ ഉയരാൻ, പ്രാർത്ഥനയുടെ ചൈതന്യം ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് അങ്ങ് വർഷിക്കണമേ. വചനവായനയുടെ ഒരു പുതിയ ചൈതന്യം ഞങ്ങളുടെ മേൽ അങ്ങ് ചൊരിയണമേ. കർത്താവായ യേശുവേ, അങ്ങയുടെ സ്നേഹം പങ്കുവെച്ചു കൊടുക്കുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ധൈര്യത്തിന്റെ അരൂപിയെ ഇപ്പോൾ അയക്കണമേ. അങ്ങയോടുള്ള ആഴമായ സ്നേഹം നൽകി ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. 2 കരങ്ങൾ ഇപ്പോൾ ഈശോയുടെ പക്കലേക്ക് ഉയർത്തുമ്പോൾ നമ്മുടെ കുടുംബ പ്രാർത്ഥന എല്ലാം കൂടുതൽ ക്രമീകരിക്കപ്പെടണം. അഭിഷേകം വ്യാപരിക്കണം, ശക്തി വ്യാപരിക്കണം, പ്രാർത്ഥിക്കാൻ തീഷ്ണത ലഭിക്കണം, പ്രാർത്ഥിക്കാൻ ഉണർവുണ്ടാകണം. എല്ലാ അന്ധകാരങ്ങളും അതിൽ നിന്ന് വിട്ടുമാറിപ്പോകണം. ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബം ഒരുമിച്ച് നിലനിൽക്കും. കരങ്ങൾ ഉയർത്തി എല്ലാവരും ചേർന്ന് ഒന്നോടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രാർത്ഥനയുടെ ചൈതന്യം, പ്രാർത്ഥനയുടെ ചൈതന്യം, പ്രാർത്ഥനയുടെ ചൈതന്യം കുടുംബങ്ങളിലേക്ക് വ്യാപരിക്കാൻ വേണ്ടിയാണ് ആഗ്രഹിക്കുന്നത്. അപ്പാ, വലിയൊരു പ്രാർത്ഥനയുടെ അഭിഷേകം ഒഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധന, ആരാധന, ആരാധന. യേശുവേ, നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിജ്ഞാനത്തിനാത്മാവേ വരണമേ. കരങ്ങൾ കൂപ്പി ആശ്വാസത്തിനാത്മാവേ വരണമേ. പരിശുദ്ധാത്മാവോട് പ്രാർത്ഥിക്കുന്നു. വിജ്ഞാനത്തിനാത്മാവേ വരണമേ. ആശ്വാസത്തിനാത്മാവേ വരണമേ. പരിശുദ്ധാത്മാവേ, പാവനാത്മാവേ, എൻ കുടുംബത്തിൽ പറന്നിറങ്ങണമേ. ദാഹത്തോടെ പരിശുദ്ധാത്മാവേ, പാവനാത്മാവേ, തുറന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിൽ പറന്നിറങ്ങണമേ. പരിശുദ്ധാത്മാവേ, പാവനാത്മാവേ, എൻ കുടുംബത്തിൽ പറന്നിറങ്ങണമേ. പരിശുദ്ധാത്മാവേ, പാവനാത്മാവേ, എൻ കുടുംബത്തിൽ പറന്നിറങ്ങണമേ. വീണ്ടും നമുക്ക് മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, നമുക്ക് നമ്മുടെ നാടിന് വേണ്ടി കർത്താവിന് മുമ്പിൽ പ്രാർത്ഥിക്കാം. ഇപ്പോൾ നിങ്ങളായിരിക്കുന്ന ദേശത്തെ, രാജ്യത്തെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കാം. ആയിരിക്കുന്ന രാജ്യം അമേരിക്കയോ ഇംഗ്ലണ്ടോ യൂറോപ്പോ എവിടെ ആയിരിക്കട്ടെ, നമ്മളായിരിക്കുന്ന സംസ്ഥാനത്തെ സമർപ്പിക്കുക, ജില്ലയെ സമർപ്പിക്കുക. അവിടെ കർത്താവിൻ്റെ മഹത്വം ഇറങ്ങാൻ വേണ്ടി പ്രാർത്ഥിക്കാം. അവിടെ കർത്താവ് കടന്നു വരാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ആ ദേശത്തെ ഈശോ അനുഗ്രഹിച്ച് കർത്താവിന് സ്വന്തമാക്കി മാറ്റാൻ വേണ്ടി പ്രാർത്ഥിക്കാം. കരങ്ങൾ നമുക്ക് സ്വർഗത്തിലേക്ക് ഉയർത്തി നമ്മൾ ജീവിക്കുന്ന നാടിനെ, നമ്മുടെ ഇടവക, നമ്മുടെ ജില്ല, നമ്മുടെ രാജ്യം, നമ്മുടെ സംസ്ഥാനം എല്ലാം യേശുവിനെ അറിയട്ടെ, യേശുവിനെ നാഥനും രക്ഷകരമായി സ്വീകരിക്കട്ടെ. ദൈവത്തിന്റെ മഹത്വം ഇറങ്ങാൻ വേണ്ടി പ്രാർത്ഥിക്കാം. യേശു നാമത്തിൽ ആ ദേശം അനുഗ്രഹിക്കപ്പെടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, അവിടുത്തെ പരിശുദ്ധ നാമത്തിൽ ഞങ്ങളുടെ രാജ്യങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ദേശങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടുത്തെ മഹത്വം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആ ദേശത്തെ ആശീർവദിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വമിറങ്ങട്ടെ, മഹത്വമിറങ്ങട്ടെ, മഹത്വമിറങ്ങട്ടെ,
യേശുവിൻ മഹത്വമിറങ്ങട്ടെ, 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 യേശുവിൻ മഹത്വമിറങ്ങട്ടെ, 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 യേശുവിൻ മഹത്വമിറങ്ങട്ടെ. അച്ഛനിലൂടെ നാം കേട്ടത് സുവിശേഷത്തിൻ്റെ വ്യക്താക്കളായി മാറണമെന്നാണ്, അനേകർക്ക് സുവിശേഷം കൊടുക്കണമെന്നാണ്, മിഷൻ ചെയ്യണമെന്നാണ്, അയൽവാസികൾക്കും നാട്ടിലുള്ളവർക്കും യേശുവിനെ കൊടുക്കുക. അതാണ് അനുഗ്രഹത്തിൻ്റെ ഏറ്റവും വലിയ വഴിയെന്ന് ബെനിസാർ പങ്കുവച്ചു. പ്രിയമുള്ളവർ, നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, എന്നെ അവിടുന്ന് ഒരു മിഷണറിയാക്കി മാറ്റണമേ. ദൈവമേ, എൻ്റെ അധരങ്ങളിലൂടെ അനേകർ നിൻ്റെ നാമം അറിയാൻ എൻ്റെ അധരത്തെ വിശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കാം. കർത്താവ്, എന്നെ സുവിശേഷത്തിൻ്റെ ഒരു വ്യക്താവാക്കി ഉയർത്തണമേ. കർത്താവെ, ആയിരിക്കുന്ന അവസ്ഥയിൽ, കർത്താവെ, അവശേഷിക്കുന്ന ആയുസ്സിൽ, കർത്താവ്, നിനക്ക് വേണ്ടി നിലകൊള്ളാൻ, നിന്നെ പങ്കുവയ്ക്കാൻ, നിന്റെ സ്നേഹം പറയാൻ, നിന്റെ രക്ഷ പറയാൻ കർത്താവെ എന്നെ അനുഗ്രഹിക്കണമേ. അങ്ങനെ എന്നെ ഒരു അനുഗ്രഹമാക്കി മാറ്റണമെന്ന് പ്രാർത്ഥിക്കാം. യേശു നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. യേശു നാമത്തിൽ ഞാനൊരു മിഷണറിയായി മാറട്ടെ. യേശു നാമത്തിൽ ഞാൻ സുവിശേഷ ശുശ്രൂഷകനായി മാറട്ടെ. യേശു നാമത്തിൽ എന്നിലൂടെ അനേകർ യേശുവിനെ അറിയട്ടെ. യേശു നാമത്തിൽ ഞാനൊരു അനുഗ്രഹമായി മാറട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഈശോയേ, ഈശോയേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മണ്ണിൽ സുവിശേഷ യാത്ര ചെയ്യാൻ നീ കൂടെയുണ്ടാകണേ. ഈ മണ്ണിൽ സുവിശേഷ യാത്ര ചെയ്യാൻ നീ കൂടെയുണ്ടാകണേ. നാഥാ, നാഥാ നൽകണമേ പരിശുദ്ധാത്മാവിനെ, ഞങ്ങളിൽ പകരണമേ നിത്യസഹായകരെ. നാഥാ നൽകണമേ പരിശുദ്ധാത്മാവിനെ, ഞങ്ങളിൽ പകരണമേ നിത്യസഹായകരെ. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ നിയോഗങ്ങൾ നമുക്ക് സമർപ്പിക്കാം. ആമേൻ. ഇന്ന് ഈ നൈറ്റ് വിജിലിലൂടെ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് ചെയ്തു തരണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അവയെല്ലാം കർത്താവിനോട് പറയുക. ഒരുപക്ഷേ മക്കളുടെ വിവാഹം, അതിൻ്റെ തടസ്സങ്ങൾ നീങ്ങുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുടെ എല്ലാ പ്രാർത്ഥനകളും നമുക്ക് കർത്താവിൻ്റെ മുമ്പിലേക്ക് സമർപ്പിക്കാം. കർത്താവെ, ഇന്ന് നിൻ്റെ തിരുമുമ്പിൽ പ്രാർത്ഥിക്കുന്ന സകലരുടെയും ഹൃദയത്തിൻ്റെ അഭിലാഷങ്ങളെ അവിടുന്ന് കാണണമേ. മക്കളുടെ വിവാഹ തടസ്സങ്ങൾ നീങ്ങിപ്പോകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളുടെ വേദനകളെല്ലാം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. മക്കൾ പഠിച്ചിട്ടും നല്ലൊരു ജോലി കിട്ടാത്തതിൻ്റെ വേദനയുമായി ഇന്ന് നിന്റെ തിരുമുമ്പിലായിരിക്കുന്നവരെ അവിടുന്ന് കരുണയോടെ കടാക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മക്കളുടെ പഠനത്തിൻ്റെ തടസ്സങ്ങൾ നീങ്ങാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്. മക്കളുടെ തെറ്റായ കൂട്ടുകെട്ടുകളിൽ നിന്ന് വിടുവിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്. പ്രേമബന്ധങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന മക്കളെ ഓർത്ത് കരയുന്ന മാതാപിതാക്കളുണ്ട്. കർത്താവ്, ഈ രാത്രിയിൽ അവരുടെ കണ്ണുനീര് കാണണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നീ അവരുടെ ജീവിതത്തിൽ ഇടപെടണമേ. കർത്താവേ, മയക്കുമരുന്ന് അടിമകളായി ഇവരെ വിമോചിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മദ്യത്തിന്റെ അടിമത്തത്തിൽ നിന്ന് വീണ്ടെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പൈശാചികമായ കൂട്ടുകെട്ടുകൾ നീങ്ങിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ രാത്രി അവർക്ക് വിടുതലിന്റെ രാത്രി മാറണമേ. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. നിന്റെ മക്കളോട് കരുണ തോന്നണമേ. അവർക്ക് വേണ്ടി ഇറങ്ങി വരണമേ. ഒരത്ഭുതം ചെയ്യണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരുണ തോന്നണേ നാഥാ, അലിവു തോന്നണേ.
കുടുംബങ്ങൾ സാമ്പത്തികമായി തകർന്ന് കർത്താവെ അതിൻ്റെ നൊമ്പരവുമായി ഈ രാത്രിയിൽ തിരുമുമ്പിൽ നിലവിളിക്കുന്നുണ്ടല്ലോ. അവരുടെ ബലവേദന നീ കാണണമേ കർത്താവേ. കടഭാരത്തിൻ്റെ നടുവിൽ വീർപ്പുമുട്ടുന്ന കുടുംബനാഥൻ്റെ വേദന കാണണമേ. ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ വിഷമിക്കുന്നവരുടെ നിലവിളി കേൾക്കണമേ കർത്താവേ. സ്ഥലം വിൽപ്പനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട് കർത്താവേ. കർത്താവേ, ജപ്തി നോട്ടീസ് കണ്ട് വിഷമിക്കുന്ന മക്കളുണ്ട് ദൈവമേ. കർത്താവേ, കടഭാരങ്ങളിൽ നിന്ന് കുടുംബങ്ങളെ വിടുവിക്കാൻ തിരുമനസ്സാകണമേ. സാമ്പത്തിക മേഖലയിലെ കെട്ടുകൾ അഴിച്ചു കളയണമേ. അവർക്കൊരു വിടുതൽ നൽകണമേ. പുതിയ വരുമാന മാർഗങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കണമേ കർത്താവ്. ഇവരുടെ തളർന്ന മനസ്സിനെ ബലപ്പെടുത്തണമേ. അവരുടെ ബന്ധനങ്ങൾ അഴിച്ചു കളയണമേ. അവരുടെ കുടുംബങ്ങളോട് കരുണ തോന്നണമേ യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരുണ തോന്നണേ നാഥ, അലിവു തോന്നണേ. കരുണ തോന്നണേ നാഥ, അലിവു തോന്നണേ. യേശുവേ രക്ഷകാ, ജീവദായകാ, യേശുവേ രക്ഷകാ, ജീവദായകാ. കർത്താവേ, തകർന്ന ദാമ്പത്യ ബന്ധങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിവാഹമോചനത്തിന്റെ വക്കിലായിരിക്കുന്ന ദമ്പതികളെ രാത്രിയിൽ സന്ദർശിക്കണമേ. ക്ഷമിക്കുവാനും മറക്കുവാനുമുള്ള കൃപ അവർക്ക് കൊടുക്കണമേ കർത്താവേ. നിരന്തരമായ കലഹങ്ങൾ കൊണ്ട് മനസ്സും അടുത്തവരെ അവിടുന്ന് സന്ദർശിക്കണമേ. ജീവിത പങ്കാളിയെ സ്നേഹിക്കാൻ കഴിയാതെ വിഷമിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജീവിത പങ്കാളിയുടെ തെറ്റായ ബന്ധങ്ങളോർത്ത് വേദനിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. അകന്നുപോയ ദാമ്പത്യ ബന്ധങ്ങളെ കൂട്ടിച്ചേർക്കണമേ. അവർക്കിടയിലെ ഭിന്നതയുടെ മതിൽക്കെട്ടുകൾ തകർത്ത് കളയണമേ. അവരെ വീണ്ടും സ്നേഹത്തിൽ ഒന്നിപ്പിക്കണമേ. കഴിഞ്ഞതെല്ലാം മറക്കാൻ കൃപ കൊടുക്കണമേ. അകന്നുപോയ ഹൃദയങ്ങൾ ഈ രാത്രിയിൽ കൂടിച്ചേരട്ടെ. വെറുപ്പിന്റെ കെട്ടുകൾ അകന്നു പോകട്ടെ. ദൈവിക സ്നേഹം അവരിലേക്ക് കടന്നു വരട്ടെ. ആദ്യ സ്നേഹത്തിലേക്ക് അവർ മടങ്ങി വരട്ടെ. എല്ലാ ദാമ്പത്യ ബന്ധങ്ങളും ഈ രാത്രിയിൽ ആശീർവദിക്കപ്പെടട്ടെ. ഹല്ലേലൂയ, 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 കൃപ നീ ചൊരിയണമേ, കൃപ നീ ചൊരിയണമേ, കൃപ നീ ചൊരിയണമേ രക്ഷകനീശോയേ. കൃപ നീ ചൊരിയണമേ, കൃപ നീ ചൊരിയണമേ, കൃപ നീ ചൊരിയണമേ രക്ഷകനീശോയേ. ഒരു നിമിഷം ഇന്ന് നമുക്ക് വേണ്ടി വചന സന്ദേശം നൽകുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ട അച്ഛനെ ദിവ്യകാരുണ്യനാഥൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. അതോടൊപ്പം തന്നെ അട്ടപ്പാടി സഹിയോൻ ധ്യാന മന്ദിരത്തെയും എല്ലാ അനുബന്ധ ശുശ്രൂഷകളെയും കർത്താവിൻ്റെ ആശീർവാദത്തിന് വേണ്ടി സമർപ്പിക്കാം. കഴിഞ്ഞ കാലങ്ങളിൽ കേരള സഭയ്ക്ക് വലിയൊരു ഉണർവിനും അനുഗ്രഹത്തിനും കാരണമായ സഹിയോനെ വീണ്ടും ശക്തിപ്പെടുത്തണമേ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ കാലഘട്ടത്തിന്റെ അഭിഷേകം കൊണ്ട് അതിനെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. തിന്മകളിൽ നിന്ന് സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. അച്ഛനെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ രണ്ട് കരങ്ങളും ഈശോയുടെ നേരെ ഉയർത്തിക്കൊണ്ട് അച്ഛനെയും സഹിയോൻ ധ്യാന മന്ദിരത്തിന് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, അതിശക്തമായ അഭിഷേകം കൊണ്ട് നിറയ്ക്കണമേ. കാലഘട്ടത്തിന്റെ അഭിഷേകം നൽകണമേ. കാലഘട്ടത്തിന്റെ അഭിഷേകം നൽകണമേ. ശക്തിയുടെ അഭിഷേകം നൽകണമേ. കൃപാവരങ്ങളാൽ ജ്വലിപ്പിക്കണമേ. കർത്താവേ, സഹിയോൻ ധ്യാന മന്ദിരത്തിലെ അവിടുന്ന് വീണ്ടും ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ,
ഹല്ലേലൂയ 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 യേശുവേ നിറയട്ടെ 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 പുതിയൊരു അഭിഷേകം നിറയട്ടെ 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 പുതിയൊരു അഭിഷേകം പകരട്ടെ 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 പുതിയൊരു അഭിഷേകം പകരട്ടെ 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 പുതിയൊരു അഭിഷേകം. കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കാൻ വേണ്ടി നമുക്ക് ഒരുങ്ങാം. ആശ്വദിക്കുമ്പോൾ കർത്താവെ ശാലോമിനെയും അനുഗ്രഹിക്കണമേ. ലോകത്തിന് അനുഗ്രഹമായി ശാലോം മിനിസ്റ്റർ ഉയർത്തണമേ. തിരുസഭയ്ക്ക് അനുഗ്രഹമായി ശാലോമിനെ ഉയർത്തണമേ. ശാലോമിൻ്റെ എല്ലാ ശുശ്രൂഷകളെയും അതിനെ സഹായിക്കുന്ന എല്ലാ വ്യക്തികളെയും സമർത്ഥമായി അനുഗ്രഹിക്കണമേ എന്ന് കൂടി നമുക്ക് ഈ ആരാധനയുടെ ആശീർവാദത്തിൽ ഈശോയോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ 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 പരമദിവ്യകാരുണ്യമേ ആരാധന ആരാധന പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ സ്നേഹമേ ആരാധന പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ എന്റെ രക്ഷകനേ ആരാധന ആരാധന പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ ആരാധന ആരാധന. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യീശോയ്ക്ക് നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യീശോയ്ക്ക് നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യീശോയ്ക്ക് അവനെൻ്റെ ശൈലവും എൻ കോട്ടയും അവനെൻ്റെ രക്ഷയും എൻ ആശ്രയം അവനെന്റെ ശൈലവും എൻ കോട്ടയും അവനെന്റെ രക്ഷയും എൻ ആശ്രയം എൻ പാറയാകുന്നവൻ എൻ പരിചയാകുന്നവൻ അവനൻ